ഇപ്പോഴിതാ വീണ്ടും ഒരു കേരള സ്റ്റോറി 2. ആദ്യം ഒരു കേരള സ്റ്റോറി വന്നു. കേരളവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത, കേരളത്തെ അങ്ങേയറ്റം അവമാനിക്കുന്ന ഒരു കഥ. ആ കഥയിലാണെന്നുണ്ടെങ്കിൽ അത് കേരളത്തിലുള്ള ആരുമല്ല അഭിനയിച്ചിരിക്കുന്നതോ നിർമ്മിച്ചിരിക്കുന്നതോ കഥ എഴുതിയിരിക്കുന്നതോ കേരളവുമായിട്ടൊരു ബന്ധമുള്ള ആളുകളല്ല. കേരളവുമായിട്ട് പുലബന്ധം പോലും ഇല്ലാത്ത ആളുകളാണ് ആ സിനിമ ചെയ്തത്. അപ്പോൾ അതിലൊരു ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ. ആദ്യത്തെ കേരള സ്റ്റോറിയിലെ ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നു. ഏതെങ്കിലും രീതിയിൽ കേരളത്തിൽ ജനങ്ങളെ അവമാനിക്കുക, കേരളത്തിൻ്റെ മതനിരപേക്ഷതയും അതുപോലെ തന്നെ കേരളത്തിൻ്റെ സാംസ്കാരിക സഹിഷ്ണുതയും എല്ലാം ഇല്ലാതാക്കുക, അതിനുവേണ്ടി കുറേയധികം കള്ളങ്ങൾ പറയുക. അത് യാതൊരു പരുക്കുമില്ലാതെ സെൻസർ ബോർഡ് എന്ന് പറയുന്ന സ്ഥാപനം അത് അംഗീകരിച്ചു കൊടുത്തു. അങ്ങനെ അതിവിടെ കുറേ സ്ഥലത്തൊക്കെ കാണിച്ചു. അധികം പേരൊന്നും കണ്ടില്ല. അതുപോലെ തന്നെ അതിന് യാതൊരു തരത്തിലുള്ളൊരു അംഗീകാരവും കിട്ടിയില്ല. അതങ്ങനെ പോയി. അതുകൊണ്ട് അരിശം തീരാഞ്ഞിട്ടാണ് ഇപ്പം രണ്ടാമത് ഇതേ ആളുകൾ, അല്ല, ഇവർക്ക് കേരളവുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഇവരാരും മലയാളികളല്ല, അതുപോലെ അവർക്ക് മലയാളം അറിയില്ല, കേരളം കണ്ടിട്ടുമില്ല. അങ്ങനെയുള്ള കുറേ ആളുകൾ ചേർന്ന് ഇപ്പം രണ്ടാമതും ഒരു കേരള സ്റ്റോറി 2 കൊണ്ടുവരികയാണ്. അതിൽ വീണ്ടും കേരളത്തെക്കുറിച്ച് വളരെ അപമാനകരമായ കാര്യങ്ങളാണ് കാണിച്ചിരിക്കുന്നത്. കേരളത്തിൽ ഒരിക്കലും സംഭവിക്കാത്ത, എന്നാൽ ഈ കാര്യങ്ങളൊക്കെ ഇതിൽ എത്ര വൃത്തികെട്ട കാര്യങ്ങൾ ഈ പറയുന്ന ആൾക്കാരുടെയൊക്കെ നാട്ടിൽ നടക്കുന്നുണ്ട്. ഈ പറയുന്നവരുടെയൊക്കെ നാട്ടിൽ ആളുകൾ പശുവിനെ തെളിച്ച് പോകുന്നവനെ തല്ലിക്കൊല്ലുന്ന നാടാണ്. അതുപോലെ ബീഫ് കൈവശം വെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇല്ലാത്ത കുറ്റത്തിന് ആളുകളെ അടിച്ചു കൊല്ലുന്ന നാടാണ്. ആ കാര്യങ്ങളൊക്കെയാണ് ഇവർ സിനിമയാക്കേണ്ടത്. കാരണം ഇതാ ഇവിടെ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. അത്തരം സ്റ്റോറികളാണ് ഇവർ സിനിമയായിട്ട് ചെയ്യേണ്ടത്. അല്ലാതെ കേരളത്തെക്കുറിച്ച് ഇല്ലാത്ത അപവാദം പറഞ്ഞു വരുത്തിയിട്ട്. എന്നാൽ ഇങ്ങനൊരു സിനിമ വന്നപ്പോൾ ഇതൊക്കെ നോക്കുന്ന സെൻസർ ബോർഡുണ്ട്. സെൻസർ ബോർഡിന് യാതൊരു കുഴപ്പമില്ല. ഇപ്പോൾ മലയാളത്തിലുള്ള സിനിമകളിൽ നമുക്കറിയാം, ഇപ്പോൾ എത്രയോ സിനിമകളിൽ ഇപ്പോൾ മറ്റേ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള തുടങ്ങി ഇങ്ങോട്ടുള്ള ധാരാളം സിനിമകളിൽ ഈ ആവശ്യമില്ലാത്തടത്ത് മുഴുവൻ മുറിച്ചു മാറ്റുകയും അതിൽ ഒരു മതവിഭാഗത്തിൽപ്പെട്ട വക്കീൽ എന്തിനാണ് മറ്റു മതവിഭാഗത്തിൽപ്പെട്ട ഒരു സ്ത്രീയെ സംരക്ഷിക്കുന്നത്, അവർക്ക് വേണ്ടി വാദിക്കുന്നത് എന്ന് പോലും ചോദിക്കാൻ മാത്രം സംസ്കാര ശൂന്യതയുള്ള ഒരു സെൻസർ ബോർഡാണ് ഇപ്പോൾ പടച്ചു വെച്ചിരിക്കുന്നത്. അവർ ഇപ്പം ഇത് യാതൊരു ഉളുപ്പും ഇല്ലാതെ ഇവന്മാർ സെൻസർ ചെയ്തു. എന്തിനാണ് നാട്ടിൽ മൊത്തം ഈ മറുനാടുകളിലെല്ലാം തന്നെ കേരളത്തെക്കുറിച്ച് വളരെ മോശമായൊരു ധാരണ ഉണ്ടാക്കാൻ ഒരു സ്റ്റേറ്റിനെ കുറിച്ചാണ്, ഒരു സ്റ്റേറ്റിൻ്റെ പേരാണ് ഇട്ടിരിക്കുന്നത് കേരള സ്റ്റോറി. അപ്പോൾ ഈ അടുത്ത ദിവസം ഇവിടെ പത്രസമ്മേളനം നിർത്തി ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇത് കേരളത്തിലെ സ്റ്റോറിയല്ല, കേരളമായിട്ട് ബന്ധമൊന്നുമില്ല. ഇപ്പോൾ കേരളമായിട്ട് ബന്ധമില്ലാത്ത സ്റ്റോറിക്ക് എന്തിനാണ് പിന്നെ കേരള സ്റ്റോറി എന്നത്? ഇത് ബന്ധമുള്ള സ്ഥലത്തുള്ള പേരിട്ടാൽ പോരെ. ബന്ധമുള്ള കാര്യങ്ങൾ വെച്ച് സിനിമ എടുത്തിട്ട് ബന്ധമുള്ള സാധനങ്ങളുടെ പേരിടുക. ഇതിപ്പോൾ കേരളത്തോട് എന്തും കാണിക്കാമെന്നുള്ള ഒരു ധാർഷ്ട്യത്തോടെയാണ് ഈ സിനിമാ നിർമ്മാതാക്കൾ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഹൈക്കോടതി ഈ സിനിമ കാണുന്നത് ഹൈക്കോടതി കാണണ്ട, സെൻസർ ബോർഡ് അംഗീകരിച്ചിട്ടുണ്ട്. ഈ സെൻസർ ബോർഡ് എന്ന് പറയുന്ന കക്ഷികളാണെന്നുണ്ടെങ്കിൽ അവർ ഈ മലയാള സിനിമകളോട് അങ്ങേയറ്റം പ്രതികാര ബുദ്ധിയോടുകൂടി എന്ത് കണ്ടാലും കട്ട് ചെയ്യുകയും, അതേസമയം ഈ ഇത്തരം സിനിമകൾ ഇപ്പോൾ ഒരു സംസ്ഥാനത്തിനെ തന്നെ അവമാനിക്കുന്ന രീതിയിലുള്ള സിനിമകൾ എടുക്കുന്ന ആളുകൾക്ക് അത് ഒരു ഇതുപോലെ AU സർട്ടിഫിക്കറ്റാണ് കൊടുത്തിരിക്കുന്നത്. സർട്ടിഫിക്കറ്റ് കൊടുത്തുകൊണ്ട് അങ്ങനെ തിയേറ്ററുകൾക്ക് തുറന്നു വിടുന്ന ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവരോടൊന്നേ പറയാനുള്ളൂ, ഈ സിനിമ എടുക്കുന്നവരോട് ഒന്നേ പറയാനുള്ളൂ, യഥാർത്ഥ കേരള സ്റ്റോറി എന്താണെന്ന് ചോദിച്ചാൽ കേരള സ്റ്റോറി 2018 പ്രകൃതി ദുരന്തത്തിൽ കേരളത്തിലെ മക്കളെല്ലാം ഒരുമിച്ച് കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികൾ അവരുടെ വഞ്ചിയുമായി വന്നിട്ട് മലയോര പ്രദേശങ്ങളിലെ വലിയ വെള്ളപ്പൊക്കങ്ങളിൽ അവരുടെ വഞ്ചി ഇറക്കിയിട്ട് ആളുകളെ രക്ഷിക്കുകയാണ്. അത് മതവും ജാതിയും നോക്കിയല്ല. കേരള സ്റ്റോറി എടുക്കുകയാണെങ്കിൽ അതിനെപ്പറ്റി കേരള സ്റ്റോറി എടുക്കുക. കേരളത്തിലെ ആളുകൾ എങ്ങനെയാണ് ഒരുമിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തത്തെ 2018 നേരിട്ട് അതിനെക്കുറിച്ച് സിനിമ എടുക്കുക.
അല്ലെങ്കിൽ കേരളത്തിലെ ആശുപത്രികളെക്കുറിച്ചും കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെക്കുറിച്ചും കേരളം എങ്ങനെയാണ് ഇന്ന് യൂറോപ്യൻ നിലവാരത്തിൽ ഉള്ളൊരു സംസ്ഥാനമായി നിൽക്കുന്നതെന്ന് അത് മനസ്സിലാക്കാൻ ആ സ്റ്റോറി എടുക്കുക. അല്ലാതെ അക്ഷരാഭ്യാസവും വിവരവും ഇല്ലാതെ എന്തേലും ദുരുദ്ദേശം വെച്ചുകൊണ്ട് ഇവിടെ വന്നിട്ട് ഇത്തരം സ്റ്റോറികൾ എടുക്കുന്നവരെ, ആ സ്റ്റോറികൾ അവരെടുക്കുന്നുണ്ടെങ്കിൽ അവരുടെ സംസ്ഥാനത്തിൻ്റെ പേര് വെച്ച് എടുത്തോട്ടെ. കേരളവുമായിട്ട് യാതൊരു ബന്ധമില്ലാന്ന് അവർ തന്നെ പറയുന്ന കാര്യങ്ങളിൽ കേരളത്തിൻ്റെ പേര് വെച്ചിട്ട് സിനിമ എടുക്കുന്നത് ശുദ്ധ തെമ്മാടിത്തരമാണ്. ഈ തരം കാര്യങ്ങൾ അനുവദിക്കുന്ന സെൻസർ ബോർഡ് മുതലായ സ്ഥാപനങ്ങളെക്കുറിച്ച് എന്താണ് പറയുക? ഇത്തരത്തിൽ ഒരു കുത്തഴിഞ്ഞ അവസ്ഥയിലേക്കാണ് ഈ കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് ഈ കേരള സ്റ്റോറി എന്നൊക്കെ പറയുന്ന ഈ സംഭവങ്ങൾ ചെയ്യുന്നത് ഇപ്പോൾ കോടതി വളരെ കൃത്യമായ സ്റ്റാൻഡേർഡ് കോടതി സ്റ്റേ ചെയ്തിരിക്കുക, കേരള ഹൈക്കോടതി അത് സ്റ്റേ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ഇപ്പോൾ സുപ്രീം കോടതി ഇപ്പോൾ വലിയ ഒരു NCERTക്ക് ഒരു പാഠപുസ്തകം പിൻവലിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ മുകളിൽ കൂടുതൽ നടപടി ഉണ്ടാവുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ജഡ്ജിമാരൊക്കെ അഴിമതിക്കാരാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ എങ്ങനെയാണ് ഈ സോഷ്യൽ ഫാബ്രിക്കിൻ്റെ ഒരു സമാധാനവും അതുപോലെ തന്നെ മതനിരപേക്ഷതയൊക്കെ ഇല്ലാതാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഇത്തരം പുസ്തകങ്ങൾക്കും ഇത്തരം സിനിമകൾക്കുമൊക്കെ ആരാണ് ഇവിടെ അനുമതി നൽകുന്നത്? എന്താണ് ഇവരുടെ ഉദ്ദേശം? ഇത് നമ്മൾ മനസ്സിലാക്കിയേ